ആകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നെബൂഖദ്നേസർ രാജാവ് യെരുസലേം കീഴടക്കിയ ശേഷം അനേകരെ തടവുകാരായി ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേൽ രാജകുടുംബത്തിൽപ്പെട്ടവനാണ്. സുന്ദരനും ജ്ഞാനത്തിൽ നിപുണനും സമർത്ഥനുമായിരുന്നു. രാജാവ് ദാനിയേലിനെയും അവൻ്റെ 3 കൂട്ടുകാരെയും കൽദേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാൻ തിരഞ്ഞെടുത്തു. അവർക്ക് 3 വർഷം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ 3 വർഷം രാജകൊട്ടാരത്തിൽ അവർ താമസിക്കും. അപ്പോൾ അവരുടെ ഭക്ഷണവും രാജാവ് അവർക്ക് രാജഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും കൊടുക്കും. അങ്ങനെ അവിടെയുള്ള സകലവിധ ഭാഷയും അഭ്യസിപ്പിക്കും. മാത്രമല്ല അവരെ അഭ്യസിപ്പിച്ചതിന് ശേഷമാണ് അവരെ രാജാവിൻ്റെ മുമ്പിൽ നിർത്തുന്നത്. അങ്ങനെ ദാനിയേലിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിച്ചു. ദാനിയേലിന് ഷണ്ഡാധിപൻ ബെൽഷസ്സർ എന്ന് പേരിട്ടു. തടവുകാരനായിരുന്ന അടിമയായിരുന്ന ദാനിയേൽ ഇപ്പോൾ രാജകൊട്ടാരത്തിൽ രാജകീയ ഭോജനം കഴിക്കുവാൻ സൗകര്യം ലഭിക്കുന്നു. എന്നാൽ ഒന്നാമതായി ദാനിയേലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുവാൻ തീരുമാനമെടുത്ത ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവിക കൽപ്പനകളാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് ദാനിയേലിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമുക്കൊരു വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മണ്ണുകൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം തീർന്നിച്ചു പോയില്ല, നിന്റെ കാൽ വിങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നിൻ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഈ ഒരു കാര്യം ദാനിയേലിന് അറിയാമായിരുന്നു. ദൈവിക കൽപ്പനകളെ പ്രമാണിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത്, ദൈവിക കൽപ്പനയാണ് അതെന്നുള്ളത് ദാനിയേലിന് നന്നായിട്ട് അറിയാമായിരുന്നുകൊണ്ട് ദാനിയേൽ ആ ദൈവത്തിൻ്റെ ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുമെന്നുള്ളത് ഒരു തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു. നമുക്ക് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇത് തന്നെ കാണുന്നു. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ ദാനിയേലിൻ്റെ കൂട്ടുകാരുടെയും മാതാപിതാക്കന്മാര് ഈ ദൈവിക വചനം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ ദൈവിക വചനം സംസാരിക്കണം എന്നുള്ള ദൈവിക കൽപ്പനയാണ്. ആ കൽപ്പന അവരുടെ മാതാപിതാക്കന്മാർ അത് നിർവഹിച്ചത് മുഖാന്തരമായിട്ട് ഈ അടിമയായിട്ട് വന്ന ദാനിയേലും കൂട്ടുകാരും അവരൊരു തീരുമാനം എടുത്തു. വിഗ്രഹങ്ങളെ അർപ്പിച്ച ഭക്ഷണം അവർ കഴിക്കുകയില്ല എന്ന്. അവരുടെ തീരുമാനമായിരുന്നു അത് രാജകീയ ഭോജനമാണ്, എന്നാൽ അവർ അത് ഭക്ഷിക്കയില്ല എന്നുള്ളത് തീരുമാനമെടുത്തു. ഇവിടെ നമുക്ക് മക്കളെ ദൈവിക വചനം പഠിപ്പിക്കുകയും ദൈവിക വചനത്തിൽ അവരെ വളർത്തുകയും ചെയ്യേണ്ടത് എത്ര ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവിക കൽപ്പനകൾ തന്നിട്ടുണ്ട് നമുക്ക്. ദൈവത്തിൻ്റെ 66 പുസ്തകം ഇന്നിപ്പോൾ നമ്മൾക്കുണ്ട്. അന്ന് അത് അത്രയും കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഈ 66 പുസ്തകങ്ങൾ, അതിലുള്ള പ്രമാണങ്ങൾ, ചട്ടങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് എത്ര ആവശ്യമാണ്. അങ്ങനെ പഠിപ്പിച്ചാൽ നമ്മൾക്കറിയാം, അവർ വൃദ്ധരായാലും ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക, എന്നാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നുള്ളത് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാനിയേൽ അവരടിമയായിട്ട് അന്യദേശത്തേക്ക് ബാബിലോൺ, അവരുടെ അപ്പനും അമ്മമാരും അവരുടെ പ്രിയപ്പെട്ടവരും ഒന്നുമില്ല, ഇവരടിമയായിട്ടൊരു രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ കീഴിലിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വളരെ കിട്ടിയ സൗകര്യം, കിട്ടിയ ഒരു വീഞ്ഞ്, ഇങ്ങനെയുള്ളത് അനേക കാര്യങ്ങൾ കിട്ടിയപ്പോൾ അതവർ വേണ്ട എന്ന് വയ്ക്കുകയും അവർ ദൈവത്തെ മാനിക്കുവാനായിട്ട് ഈ ലോകത്തിൻ്റെ സമ്പത്തിനേക്കാൾ ദൈവിക നിന്ന അത് വലിയ ധനം എന്നെണ്ണുവാനായിട്ട് ഈ ബാലന്മാർക്ക് കഴിഞ്ഞു. അത്
അവരെ അഭ്യസിപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ ഒരു തീരുമാനമെടുത്തു. എന്നാൽ ആ തീരുമാനം എടുത്തിട്ട് അവർ ഷണ്ഡാധിപനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ രാജകീയ ഭോജനം തരാതെ സാധാരണ ഭോജനം തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഷണ്ഡാധിപൻ പറഞ്ഞു, ഷണ്ഡാധിപൻ പറഞ്ഞു, അയ്യോ, എനിക്കത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മുഖവും ഇവിടെ ബാക്കി കഴിക്കുന്ന മറ്റുള്ളവരുടെ മുഖവും കൂടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ രാജാവ് എന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് എൻ്റെ തലയ്ക്ക് അപകടം വരുത്തുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. എന്നാൽ ദാനിയേൽ പറഞ്ഞു, ദാനിയേലിന് ദൈവം ജ്ഞാനം കൊടുത്തിരുന്നു. ദാനിയേൽ ഷണ്ഡാധിപനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഒരു 10 ദിവസത്തേക്ക് അടിയങ്ങളെ ഇവരുടെ വിചാരകനായിട്ട് നിയമിച്ചിരുന്ന മെൽഷസറിന് ഇവരോട് ഒരു സഹതാപവും സ്നേഹവും തോന്നി. അതുകൊണ്ട് ആ മേൽസസറിനോട് പറഞ്ഞു, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥം കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ മെൽസസർ 10 ദിവസത്തേക്ക് ഈ ദാനിയേലിനും അവൻ്റെ 3 കൂട്ടുകാർക്കും ശാഖഭോജനവും പച്ചവെള്ളവും കൊടുത്തു. എന്തിൻ്റെ സ്ഥാനത്താണ്? രാജഭോജനത്തിൻ്റെയും വീഞ്ഞിൻ്റെ സ്ഥാനത്ത് ഇവർ കഴിച്ചത് ശാഖഭോജനവും വെറും പച്ചവെള്ളവുമാണ്. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. 10 ദിവസം അവരെ പരീക്ഷിച്ചതിന് ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെ ഇതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളതും എന്ന് കണ്ടു. അങ്ങനെ മെൽസസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ നോക്കുന്ന ആ ഷണ്ഡാധിപന് യാതൊരു പ്രയാസവുമില്ല എന്ന് പ്രയാസം വരാതെ രീതിയിൽ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ദാനിയേലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, അവനെടുത്ത തീരുമാനം, അവൻ ദൈവിക കൽപ്പനകളും പ്രമാണിക്കുമെന്ന് തീരുമാനിച്ചത് മുഖാന്തരമായിട്ട് അവൻ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ്റെ കൂട്ടുകാരും അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ദാനിയേലിനെ കുറിച്ച് പറയാൻ, അവൻ ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. 16-ാം വാക്യത്തിൽ, ദാനിയേൽ അകത്ത് എന്ന് രാജാവിനോട് തനിക്ക് സമയം തരണം എന്ന് താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ഇവിടെ കാണുന്നത്, രാജാവ് ഒരു സ്വപ്നം കണ്ടു. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു, വ്യാകുലപ്പെട്ടു. സ്വപ്നവും അർത്ഥം പറയുവാൻ മന്ത്രവാദികളോടും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദേരോടും കൽപ്പിക്കുന്നു. എന്നാൽ അവർക്ക് ആർക്കും സ്വപ്നമോ അതിൻ്റെ അർത്ഥമോ പറയുവാൻ സാധിച്ചില്ല. രാജാവിന് ഭയങ്കര കോപമുണ്ടായി. രാജാവ് പറഞ്ഞു, ഇവർക്ക് സ്വപ്നം പറയുവാൻ ഇവർ സ്വപ്നം പറഞ്ഞാൽ ഇവർക്ക് അനേക സമ്മാനങ്ങൾ കൊടുക്കുകയും രാജപദവികൾ കൊടുക്കുകയും ചെയ്യും. എന്നാൽ സ്വപ്നം പറഞ്ഞില്ലെങ്കിൽ ഇവരെ കൊല്ലും എന്നുള്ളത്, ഇവരെ കൊല്ലുവാനായിട്ട് അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് ഇവരും ഈ ദാനിയേലിൻ്റെ അടുത്ത് വന്നു. എന്നാൽ അപ്പോൾ ദാനിയേൽ പറഞ്ഞു, ദാനിയേലിന് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടായിരുന്നു. ദാനിയേൽ പറഞ്ഞു, ഇപ്പോൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അഹമ്പടി നായകനായ ബാബേലിൻ്റെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട അയ്യോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടി ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് ചോദിച്ചതിന് ശേഷം രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ചു നേരം സമയം നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചു. അതിനുശേഷം ദാനിയേലും 3 കൂട്ടുകാരന്മാരും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്നായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം അവർ ഒന്നിച്ചുകൂടി എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാത്രിയിൽ ദൈവം അവരുടെ ദർശനത്തിൽ ഈ സ്വപ്നവും സ്വപ്നത്തിൻ്റെ അർത്ഥവും വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ അങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കുവാനായിട്ട് ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല.
അത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നെബൂഖദ്നേസറിനെ വെളിപ്പെടുത്തിയതാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ദൈവം ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും ദാനിയേലിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദാനിയേൽ ആ സ്വപ്നവും അർത്ഥവും രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് പറയുന്നു. അങ്ങനെ ആ പ്രശ്നത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മന്ത്രവാദികളും അവിചാരകന്മാരും ശുദ്രക്കാരും കൽദയരും എല്ലാം അവരെ കൊല്ലേണ്ട സ്ഥാനത്ത് അവരും മാത്രമല്ല ദാനിയേലും കൂട്ടുകാരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദാനിയേൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസമെന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവുന്നു. അതേ നാളെ എന്തു സംഭവിക്കും എന്നുള്ളത് ദാനിയേലിന് ഇത് വലിയൊരു പ്രശ്നമാണ്. എന്നാൽ ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചു. കാണാത്ത കാര്യത്തിൽ ദാനിയേൽ വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് ദാനിയേലിനെ ദൈവം മാനിച്ചു. ആ സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിനോട് പറയുവാനായിട്ട് ഇടയായി. ദാനിയേലിനെ നെബൂഖദ്നേസർ രാജാവ് മാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദാനിയേൽ മാനിക്കപ്പെടുവാനായിട്ടും ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടും ഇടയായിട്ട് തീർന്നു. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിട്ട് ജീവിക്കാം. ഏത് സാഹചര്യം വന്നാലും മരണം വരെ ജീവൻ വരെ കൊടുക്കേണ്ടി വന്നാലും ദൈവിക കൽപ്പനകൾ അതിനോട് ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ദൈവിക കൽപ്പനകളെ പ്രമാണിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തെ മാത്രം നോക്കുവാൻ, നമ്മുടെ ഈ ലോകത്തിലേക്ക് കണ്ണുകൾ ഉയർത്താതെ നമ്മുടെ യജമാനായ കർത്താവിലേക്ക് നോക്കി കർത്താവിനെ വിശ്വസിപ്പാൻ, കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ചെയ്ത് മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും മാത്രമല്ല ദാനിയേലിനെ പോലെ നമ്മൾക്കും ദൈവസന്നിധിയിലും മനുഷ്യൻ്റെ സന്നിധിയിലും പ്രശംസിക്കപ്പെടുവാനും ഇടയായിട്ട് തീരും എന്ന് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവിക കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് പൂർണ്ണ ദൈവവിശ്വാസത്തോടുകൂടി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Sisters. Psalms 84. How amiable are thy tabernacles, O Lord of hosts! My soul longeth, yea, even fainteth, for the courts of the Lord. My heart and my flesh crieth out for the living God. Yea, the sparrow hath found an house, and the swallow a nest for herself, where she may lay her young, even thine altars, O Lord, my King and my God. Blessed are they that dwell in thy house. They will be still praising thee. Selah. Blessed is the man whose strength is in thee, in whose heart are the ways of them, who passing through the valley of Baca made it a well. The rain also filleth the pools. They go from strength to strength, every one of them in Zion appeareth before God. O Lord God of hosts, hear my prayer. Give ear, O God of Jacob. Selah. Behold, O God our shield, and look upon the face of thine anointed. For a day in thy courts is better than 1,000. I had rather be a doorkeeper in the house of my God than to dwell in the tents of wickedness. For the Lord God is a sun and shield. The Lord will give grace and glory. No good thing will he withhold from them that walk uprightly. O Lord of hosts,
Blessed is the man that trusteth in thee. Again, verse 5 says, Blessed is the man whose strength is in thee, in whose heart are the ways of them. David derived his strength from God. His belief that God will carry him through, and that God will defeat his enemies for him. This is true strength, to let God win the battle for you. For divine strength is not a physical sort of power gifted to you, but power that comes during difficult times, knowing that you don't know how, but with all certainty God will make it come to pass. Verse 11 says, For the Lord God is a sun and shield. The Lord will give grace and glory. No good thing will he uphold from them that walk uprightly. He is not only our strength, but also a shield, our protector. He knows what you can handle and will never give you more than you can bear. He is also the sun to guide you on your next step. That's why verse 10 speaks the truth, saying, For a day in thy courts is better than 1,000. I had rather be a doorkeeper in the house of my God than to dwell in the tents of wickedness. Being even a doorkeeper for God is like the best day of your life, versus living in a house among the wicked is like repeating the same day over and over and over again, that no matter what you do, it does not change the result or circumstances you're in. A feeling of depression comes over you, like you're trapped in a cycle of repeat. That is the difference between a day with God versus thousands with the wicked. So be blessed, for verse 12 says, O Lord of hosts, blessed is the man that trusteth in thee. May we sing this song together. How lovely is your dwelling place, O Lord Almighty. My soul longs and even faints for you. For here my heart is satisfied within your presence. I sing beneath the shadow of your wings. Better is one day in your courts, better is one day in your house, better is one day in your courts than thousands elsewhere. Better is one day in your courts, better is one day in your house, better is one day in your courts than thousands elsewhere. One thing I ask, and I would seek, to see your beauty, to find you in the place your glory dwells. Better is one day in your courts, better is one day in your house, better is one day in your courts than thousands elsewhere. Better is one day in your courts, better is one day in your house, better is one day in your courts than thousands elsewhere. My heart and flesh cry out for you, the living God. Your spirit's water for my soul. I've tasted and I've seen. Come once again to me. I will draw near to you. I will draw near to you. Better is one day in your courts. Better is one day in your house. Better is one day in your courts than thousands elsewhere. Better is one day in your courts, better is one day in your house, better is one day in your courts than thousands elsewhere.
and thousands elsewhere. May his name alone be glorified. Amen.